ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. മാർക്കറ്റെല്ലാം ഇന്ന് ഫുള്ളി ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ സെറ്റിൽമെൻറ്റ് വന്നപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് നല്ലൊരു കുതിച്ചുകയറ്റമാണ് കണ്ടത്. നിഫ്റ്റി 50 ഇന്ന് 3.82% റാലി നടത്തി. നിഫ്റ്റി ബാങ്ക് 3.34% റാലി നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 4.12% റാലി നടത്തപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 4.24% റാലിയാണ് നടത്തിയത്. സെൻസെക്സ് ഇന്ന് 3.74% റാലി നടത്തി. നിഫ്റ്റി 50 ഇന്ന് ക്ലോസ് ചെയ്യുന്നത് 24,924 916 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് 55,382 ക്ലോസ് ചെയ്തപ്പോൾ 1,787 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 2,192 പോയിൻറ്റ്സ് ഉയർന്ന് 55,416 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 681 പോയിൻറ്റ്സ് ഉയർന്ന് 16,767 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് ഇന്ന് 15% കുറവാണെന്ന് കണ്ടത്. 18.39 ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഇന്ന് 2,975 പോയിൻറ്റ്സ് ഉയർന്ന് 82,429 ക്ലോസ് ചെയ്തു. DII എഫ് ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII 1,448 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII സിമിലർലി 1,246 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് ഇന്ന് 7.91% റാലി നടത്തി. അദാനി എൻ്റർപ്രൈസ് 7.74% റാലി നടത്തി. ശ്രീറാം ഫിനാൻസ് 74.40%, HCL ടെക് 6.43%, ട്രെൻഡ് 6.42%, വിപ്രോ 6.31%, ടാറ്റ സ്റ്റീൽ 6.20%, ജിയോ ഫിനാൻസ് 5.86%, ഇറ്റേണൽ 5.44% ആൻഡ് ടെക് മഹീന്ദ്ര 5.32% റാലിയാണ് ഇന്ന് കണ്ടത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് 3.63% കുറവ് കണ്ടു. സൺഫാർമ 3.36%. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഇല്ല, ജസ്റ്റ് ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി 50യുടെ ലാസ്റ്റ് 12 months മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ 22 530 നിഫ്റ്റി ഇന്ന് 24,924 നിൽക്കുമ്പോൾ 10.63% ഗെയിനാണ് ലാസ്റ്റ് 12 months നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റി 50യുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 23 742 നിന്ന് നിഫ്റ്റി ഇന്ന് 24,924 നിൽക്കുമ്പോൾ 4.98% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നമുക്ക് നോക്കിയാൽ 2,414 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 239 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാലും എല്ലാ സെക്ടേഴ്സും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT മാത്രം ഇന്ന് 6.70% റാലി നടത്തി. ബാക്കി ഓൾമോസ്റ്റ് സെക്ടേഴ്സ് എല്ലാം എബോവ് 3% റാലി നടത്താൻ കണ്ടത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 772 പോയിൻറ്റ്സ് ഉയർന്ന് 23,400 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 34,734 ക്ലോസ് ചെയ്തപ്പോൾ 1,396 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 995 പോയിൻറ്റ്സ് ഉയർന്ന് 26,497 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 57,101 ക്ലോസ് ചെയ്തപ്പോൾ 1,468 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 92 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 13,765 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 8,979 ക്ലോസ് ചെയ്തപ്പോൾ 317 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 38,282 ക്ലോസ് ചെയ്തപ്പോൾ 2,402 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 48 പോയിൻറ്റ്സ് ഉയർന്ന് 1,590 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ എന്ന് 493 പോയിൻറ്റ്സ് ഉയർന്ന് 8,914 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,361 ക്ലോസ് ചെയ്തപ്പോൾ 344 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 30 പോയിൻറ്റ്സ് ഉയർന്ന് 21,102 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 6471 ക്ലോസ് ചെയ്തപ്പോൾ 204 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണെന്ന് കണ്ടത്. നിഫ്റ്റി റിയാലിറ്റി എന്ന് 872 പോയിൻറ്റ്സ് 72 ക്ലോസ് ചെയ്തപ്പോൾ 48 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. അങ്ങനെ എല്ലാ സെക്ടേഴ്സും നിഫ്റ്റിയിലുള്ള ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. മറ്റുള്ള ഈവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നാളെ 13 May 2025 CPI ഡേറ്റ ഫ്രം ഇന്ത്യ വരുന്നുണ്ട്. US എന്നും CPI ഡേറ്റ നാളെയാണ് വരുന്ന ദിവസം. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ബൈ ഓൾ. നമസ്കാരം.